ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ എന്താ വിചാരിച്ചാൽ ഞങ്ങളെക്കുറിച്ചുള്ള കൂടുതലും ഇവിടെ വന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ഒരു UK നിങ്ങളെല്ലാവരും ഈയിടെ കണ്ടു കാണും. UK ഒരു മലയാളിക്ക് പറ്റിയൊരു ഇൻസിഡൻറ്റ്. ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചിനോട് ചാറ്റ് ചെയ്തിട്ട് പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു വീഡിയോ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഉള്ള യൂറോപ്യൻ കൺട്രികളിലെല്ലായിടത്തും സിമിലർ ആയിട്ടുള്ള ലോ ആണ് എല്ലായിടത്തും ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഗൾഫിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് എങ്ങനെയെങ്കിലും കയറി പോയാൽ മതി, അവിടത്തെക്കുറിച്ചോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒരു ഗൾഫിലോ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ മതി. അങ്ങനെ കുറേ മൈൻഡിൽ വരുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് കൂടുതലും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളിൽ വന്നു പെടുന്നതെന്നാണ് എൻ്റെ ഒരു ഇതിൽ നിന്ന് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഇതിൽ കാണുന്നവർക്ക് കുറച്ച് ഇതിനെ പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ തരാമെന്ന്. അപ്പം ഞാനൊരു നേഴ്സാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ നേഴ്സാണെങ്കിലും എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ എൻ്റെ നേച്ചറിൽ ഞാൻ ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുമ്പം ഒരു 4 ദിവസമെങ്കിലും ഞാൻ മിനിമം പോലീസുമായിട്ട് ക്ലോസ്ലി നമ്മൾ ജോലി ചെയ്യുന്നൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ അവിടുത്തെ പോലീസിൻ്റെ ആക്ഷനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകുമ്പം നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്ന പോലീസുകാരുണ്ട്. അതായത് അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് അതിൻ്റെ ഇതെല്ലാം മാറുന്നത്. ഇവിടുത്തെ പോലീസ് എപ്പോഴും ഒരാളെ ഒരു വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പം അവരുടെ ഇവിടെ ആയിട്ട്, അതായത് അവരുടെ ഷർട്ടിൻ്റെ ഇവിടെ ആയിട്ടൊരു ബട്ടണുണ്ട്. ആ ബട്ടണാണ് ഒരു ക്യാമറ ബട്ടൺ. അപ്പോൾ അവർ കൺസെൻ്റ് എടുത്താലും ഇല്ലെങ്കിലും അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എപ്പോഴും അത് ടേൺ ഓൺ ആയിരിക്കും. അതായത് അവിടെയുള്ള എല്ലാ ഇൻസിഡൻറ്റുകളും അതിനകത്ത് റെക്കോർഡാവും. അങ്ങനെയാണ് ആ വീഡിയോയ്ക്കകത്ത് ഫുള്ളായിട്ട് അവരുടെ ഫാമിലി, ആ മലയാളിയുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും എല്ലാം റെക്കോർഡായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആയിരിക്കുന്നത്. അപ്പം അതവർ യൂസ് ചെയ്യുന്നത് ഒന്ന് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, പിന്നെ അവർക്കൊരു ക്ലിയർ എവിഡൻസ് അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലെ ലോ പോലെ അല്ല ഇവിടെ. എന്ന് വെച്ചാൽ നാട്ടിലൊരു പോലീസിൻ്റെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 100 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒതുക്കി തീർക്കുന്ന ടൈപ്പിലുള്ള സംഭവമുണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം അവർ ഒഫീഷ്യലായിട്ട് അത് റെക്കോർഡായിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് അയാൾ പറയുന്നുണ്ട് ഇറ്റ്സ് ടു ലേറ്റ് മേറ്റ് എന്ന്. അതായത് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എത്ര ഇത് ചെയ്താലും ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സോറി പറഞ്ഞതുകൊണ്ടോ അത് ഇല്ലാതാകുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുറേ ആൾക്കാർ, ഇപ്പം കുറേ പിള്ളേർ വരുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്. എന്തോരം പൈസ മുടക്കിയാണ് ഓരോ രാജ്യങ്ങളിലേക്കും നമ്മൾ കഷ്ടപ്പെട്ട് പോകുന്നത്. അപ്പം വന്നു പോയി കഴിയുമ്പം ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമ്മൾ അവിടുത്തെ മെയിനായിട്ടുള്ള ലോയെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ വന്നു കഴിയുമ്പം നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് അല്ല. അപ്പോൾ ഇവിടുത്തെ റൂൾസൊക്കെ നമ്മൾ പഠിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെല്ലുമ്പം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുമ്പം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഫാമിലി, അവരുടെ കുടുംബം, അവരുടെ ഫാമിലി, അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും ലോകം മൊത്തം അറിഞ്ഞു. എന്തോരം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടേക്കുന്നത്, അതിനിടയിൽ എന്തോരം കമൻറ്റാണ് വന്നേക്കുന്നതെന്ന് അറിയാമോ? ഈവൻ ആ വൈഫ് സോറി എന്ന് പറയുന്നത് വരെ ആൾക്കാർ അവരെ തന്നെ എന്തെല്ലാം കുറ്റം പറഞ്ഞേക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികൾക്കൊരു പൊതുവെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ സായിപ്പുമാരൊക്കെ നല്ല ഫ്രീ ആണ്, നല്ല അവരോട് സംസാരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കൾച്ചർ തന്നെയാണെങ്കിൽ നമ്മളൊന്ന് ഹായ് എന്ന് പറയുമ്പോഴേക്കും ഇവിടുത്തെ കൾച്ചറിൽ അവർ ഹഗ് ചെയ്യും. അതായത് ഹഗ് ചെയ്താണ് അവർ ഹായ് പറയുന്നത്. അന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഹഗ് ചെയ്യുന്നത് അത് വേറൊരു രീതിയിൽ എടുക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇപ്പോഴത്തെ ഹഗ്ഗിങ് നമ്മുടെ നാട്ടിലുമുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ആ ഒരു നമ്മുടെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറുമായിട്ട് വരുമ്പോൾ നമ്മൾ ശരിക്കും കുറച്ചൊന്ന് സ്റ്റഡി ചെയ്യുന്നത് സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്കും ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഒക്കെ ഒരു ഗുണപാഠമാണ് ഇത് സത്യം പറഞ്ഞാൽ. 14 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സുള്ള ഒരു കൊച്ചിലുമായിട്ട് അയാൾ ചാറ്റ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ അത് എല്ലാവരും ആ വീഡിയോയ്ക്കകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്.
നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ലോ അല്ല പലതും. ഇപ്പം 14 വയസ്സുള്ള ഒരു 15 വയസ്സുള്ള ഒരു നാട്ടിലുള്ള ആൾക്കാരോട് ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഒരു പോലീസുകാരൻ വന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു 100 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒതുങ്ങി തീർന്ന് പോകുമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നാട് വിട്ട് വേറെ നാടിലേക്ക് വരുന്ന എല്ലാവർക്കും അതൊരു ഗുണപാഠമാണ്. പ്ലീസ് നമ്മൾ അവരെ ഓരോ രാജ്യത്തെത്തുമ്പോൾ അവിടുത്തെ ലോയെക്കുറിച്ചൊന്ന് പഠിച്ചിരിക്കുക, ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അത് അപ്പോൾ എല്ലാവർക്കും ഇതൊരു ലേണിംഗ് ലെസൺ ആകട്ടെ. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു ജനറൽ കാര്യം, എല്ലാ യൂറോപ്യൻ കൺട്രികളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ, വുമൺ സേഫ്റ്റി, ഡൊമസ്റ്റിക് വയലൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നാട്ടിലിപ്പോൾ എല്ലാം ആൾക്കാർ തുറന്ന് പറയുന്നുണ്ട്, തുറന്ന് എന്താ പറയുക എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ വെച്ച് നോക്കുമ്പം ഈ യൂറോപ്യൻ കൺട്രികളിലെല്ലാം ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ് അതിനൊക്കെ. നമ്മുടെ നാട്ടിൽ നമ്മൾ നിസ്സാരമായി ചിരിച്ചു തള്ളുന്ന കാര്യങ്ങളായിരിക്കും ഇവിടെ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഒത്തിരി മലയാളികൾ ഇങ്ങനെ പ്രോബ്ലമിൽ വരുന്നുണ്ട്. ചിലത് വെളിയിലേക്ക് വരുന്നുണ്ട്, ചിലത് കവറായിട്ട് ആരും അറിയുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പിള്ളേരെ പഠിക്കാൻ വിടുന്ന പേരൻസ് പിള്ളേർക്ക് പോകുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് ആ നാട്ടിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നത് അവർക്കത് നല്ല ഇൻഫർമേഷനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർ, ഹസ്ബൻഡും വൈഫും വരുന്നവർ രണ്ടുപേരും ഒന്ന് ആ നാടിനെക്കുറിച്ചുള്ള ചെറിയ റൂൾസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിന് എപ്പോഴും ഒരു ബെനിഫിറ്റാണ്. അപ്പം ജനറലായിട്ടൊരു അഡ്വൈസ് പൊതുവെ, അതായത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുവാണ്. ഇങ്ങനൊരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യുക? അതായത് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. പക്ഷേ അവിടെ 14 വയസ്സെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക ചാറ്റ്. അതായത് 14 വയസ്സ് തന്നെ 17 വയസ്സിന് താഴെയുള്ളത്, 18 വയസ്സാകുമ്പോൾ നാട്ടിൽ അഡൾട്ടായി അവർ ചോദിക്കുന്നുണ്ട് പോലീസുകാർ, നിങ്ങളുടെ നാട്ടിൽ എത്രയാണ് അഡൾട്ടിൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അത് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ ആണാണേലും പെണ്ണാണേലും അയാളൊരു 50 ഇയേഴ്സുള്ള ഒരാളാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്, ഇതിനകത്ത് കണ്ടേക്കുന്ന ആൾ. അപ്പം നമ്മുടെ കാറ്റഗറി, അതായത് നമുക്ക് 40 വയസ്സുള്ള ഒരു 40-30 വയസ്സുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആകാം, നോ പ്രോബ്ലം. അതിലും ചെറിയ പിള്ളേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് അതിൻ്റെ റൂള്. അപ്പം പിള്ളേരങ്ങനെ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്താലും ആസ് എൻ അഡൾട്ട് നമ്മൾ അത് അവിടെ ഏജ് ഡിസ്ക്ലോസ് ആയി കഴിയുമ്പോൾ യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അത് ഫുൾ സ്റ്റോപ്പ്, ആ ചാറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് അതിൻ്റെ കറക്റ്റായ രീതി. അല്ലാതെ വയസ്സൊന്നും എനിക്ക് കാര്യമില്ല എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രാപ്പ്, പോലീസുകാരാണ് അങ്ങനെ ചെയ്തെങ്കിൽ പോലും ഇങ്ങനെയുള്ള ട്രാപ്പിൽ നിങ്ങൾ ചെന്ന് പെടും. സോ ഏജ് ഇല്ലാത്തവർക്ക്, ഏജ് കൂടിയെടുത്ത ആൾക്കാരുടെ അടുത്ത് എന്തും ചെയ്യാമെന്നല്ല പറയുന്നത്, പക്ഷേ എപ്പോഴും കെയർഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ സ്പാം കോൾസൊക്കെ വരുമ്പോൾ നമ്മളത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കത്തില്ല, അൺനോൺ നമ്പറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാണ്ടിരിക്കുക. എസ്പെഷ്യലി അവരവരുടെ ഏജ് 18 വയസ്സിൽ താഴെയാണെന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്. അതിൻ്റെ അങ്ങോട്ടേക്ക് പിന്നെ ഒരു കണ്ടിന്യൂ ഉണ്ടാവില്ല. കാരണം ഒരു 50 വയസ്സുള്ള ആൾ 17 വയസ്സുള്ള 14 വയസ്സുള്ള ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും അത് എവിടെയും അക്സെപ്റ്റബിൾ അല്ല. അപ്പം നമ്മുടെ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുമായിട്ട് ഫ്രണ്ട്സ് ആകാം, സംസാരിക്കാം, കൂടാം. പക്ഷേ ഇതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് ഇങ്ങനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യരുത്. ഓക്കെ, ബി കെയർഫുൾ ഗായ്സ്. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ്, ഒരു അറിയാത്തൊരു നമ്പറിൽ നിന്നൊരു മെസ്സേജ് വരുമ്പോൾ ആരാണെങ്കിലും ക്യൂരിയസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഒത്തിരി സ്പാം കോളുകളൊക്കെ വരാറുണ്ട്, സ്കാം കോളുകൾ വരാറുണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ക്യൂരിയസ് ആയിട്ട് തിരിച്ച് വിളിക്കും, ചിലപ്പം ഇഗ്നോർ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്കറിയില്ലാത്ത നമ്പറാണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അങ്ങനെ ഒരു ബിഹേവിയറിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക. പക്ഷേ അല്ലാത്തൊരു സംഭവമാണെങ്കിൽ നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കുക. എസ്പെഷ്യലി ഏജ് 18 വയസ്സ് താഴെയുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾ ഇനി കൂടുതൽ കെയർഫുള്ളായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുന്നു.
പിന്നെ എല്ലാ ഫ്യൂച്ചറിലേക്ക്, അതായത് എല്ലാം വേറെ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ ഫാമിലി എല്ലാവർക്കും ഇതൊരു ഗുണപാഠമാകട്ടെ. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾ ആ രാജ്യത്തെ ലോയെ, ട്രാഫിക് റൂൾസ്, അവിടുത്തെ ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഫാമിലി സേഫ്റ്റി, ഡൊമസ്റ്റിക് വയലൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.